ഹലോ ഷെൻസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നുമല്ല, എനിക്ക് കുറച്ചധികം സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാനുള്ളതാട്ടോ, ഏകദേശം ഒരു 8-ാം തീയതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ അളവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സാധാ നോർമലായിട്ടുള്ള ചുരിദാർ, അതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള പാൻസുമാണ്. നമുക്ക് 2 അടിക്കുക, 2 വീതിച്ചാണ് അടിക്കാനുള്ളത്. അപ്പോൾ അത് സ്റ്റിച്ചിങ് ചെയ്യുന്നതും അത് എന്താ പറയുക, എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഫേസ് ആയിട്ട് ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ മുന്നിൽ തന്നെ എൻ്റെ മക്കളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവരോട് ഞാൻ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത്, എടുത്തിട്ടുള്ളത് മനസ്സിലാവുമല്ലോ, പ്രീതിയിൽ നിന്നാണ്, മലപ്പുറത്തു നിന്നാണ്. അപ്പോൾ എനിക്ക് കൊടുന്ന് തന്നിട്ടുള്ളത് ഇത് അവർ എനിക്കിവിടെ എത്തിച്ചു തന്നതാണ് കേട്ടോ, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. 8-ാം തീയതിയുടെ ഉള്ളിലായിട്ട്, ഏകദേശം ഒരു 7-ാം തീയതിയുടെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് ഇതിലെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. ഇനി വോയിസ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം പുറത്ത് നിന്നുള്ള സൗണ്ടുകളൊക്കെ ഒരുപാട് നമ്മുടെ ഈ വീഡിയോയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മുകളിൽ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും വരുന്നതുകൊണ്ടാട്ടോ വോയിസ് ഓവർ എഡിറ്റ് ചെയ്യുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇതാട്ടോ നമ്മുടെ അളവ് വന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടല്ലോ കൈയൊക്കെ എങ്ങനെയാണെന്നുള്ള ഇലാസ്റ്റിക് രൂപത്തിലാട്ടോ. അപ്പോൾ ആ ഇലാസ്റ്റിക്കൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പാൻറ്റ് ഇതാ സാധാ ഒരു നോർമൽ പാൻറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും വേണ്ട, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോർമൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അരയിൽ ഇലാസ്റ്റിക് വന്നിട്ടുള്ളതാട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള അളവ് കേട്ടോ. ഇനി അടിക്കാനുള്ള ക്ലോത്ത് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു മഞ്ഞ യെല്ലോ കളറ് ഒരു ക്ലോത്താട്ടോ ഇത്. ഏകദേശം 3 മീറ്റർ ആട്ടോ. എന്നോട് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര വേണ്ടത് എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ സ്ലീവ് അത്യാവശ്യം നീളമുണ്ട്, അതുപോലെ അത്യാവശ്യം തടിയുള്ള ഒരാളാകുമ്പോൾ സ്ലീവൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ 3 മീറ്ററിന് വേണം കേട്ടോ. അപ്പോൾ ഇതിന് മീറ്ററിന് വന്നിട്ടുള്ളത് 1 മീറ്ററിന് 120 രൂപയാട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു റെഡാട്ടോ, നല്ല റെഡ് കളറാണ്. എല്ലാ കളറും നല്ല രസമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു റെഡാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല റെഡ് കളറാണ്. ഇത് ഫാൻറ്റ് 2.5 മീറ്റർ ആട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ 130 രൂപയാണ് 1 മീറ്ററിന് വരുന്നത് കേട്ടോ. ഇതൊക്കെ പാൻറ്റും ഈ ചുവപ്പ് വരുന്നിട്ടുള്ളത് പാൻറ്റ് അടിക്കാനുള്ള കേട്ടോ. പിന്നെ ഇത് കണ്ടില്ല, നല്ലൊരു ഭംഗിയുള്ളൊരു പ്രിൻറ്റ്, നീലയിൽ വെള്ള കളറ് ഫ്ലവർ വരുന്ന ഒരു ഇതാട്ടോ. ഇതും 3 മീറ്റർ തന്നെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ക്ലോത്ത്. പക്ഷെ ഇതൊന്നും അധികം എന്താ പറയുക, കട്ടിയില്ല കേട്ടോ. ഇതിനും കണ്ടില്ല 120 3 മീറ്ററിന് വരുന്നത്. എനിക്ക് തോന്നുന്നത് അധികം കട്ടിയില്ലാത്ത ഒരു ക്ലോത്താണ്. പക്ഷേ ഇതിലേറെ കട്ടിയില്ല എന്ന് തോന്നുന്നത് ആ ഒരു മഞ്ഞ കളറ് ക്ലോത്തിനാട്ടോ. ഇനി ഇതിലേക്കുള്ള ഒരു പാൻറ്റ് കേട്ടോ. പാൻറ്റ് കാണിച്ചു തരാം. ഇതാ നല്ല ഒരു ഡാർക്ക് ബ്ലൂ ഉണ്ടാവുമല്ലോ, കരിനീല എന്നൊക്കെ പറയാമല്ലോ, ആ ഒരു കളറാട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട്. പാൻറ്റിനുള്ള ഈ 2 ശീലക്കും നല്ല കട്ടിയുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു സംഭവമാട്ടോ. പിന്നെ ഈ ക്ലോത്തിൻ്റെ ബാക്കി വെച്ചിട്ട് ഞാൻ ഒരു ജസ്റ്റ് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ഉടൻ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല മാച്ചായിട്ടുള്ള ഓരോ രീതിയാണ്. പക്ഷേ ഇതിലേക്ക് റെഡ് കളർ വേണമെങ്കിലും ഈ ഒരു ടോപ്പിൻ്റെ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് കട്ടിങ്ങും ഒക്കെ ചെയ്യാനുണ്ട്. ഞാൻ ആദ്യം തന്നെ ഒരു പാൻറ്റാണ് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഈസി ആയിട്ട് പാൻറ്റ് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനേ പറ്റും. ഈസി ആയിട്ട് തന്നെ. പിന്നെ അധികം എന്താ പറയുക, വെട്ടും കുത്തൊന്നും വരാത്തത് കൊണ്ട് തന്നെ സാധാ ഒരു നോർമൽ പാൻറ്റ് ആയതുകൊണ്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇനി എത്ര വണ്ണമുള്ള ഒരാളാണെങ്കിലും ഏകദേശം 2.5 മീറ്റർ പാൻറ്റിന് എടുത്താൽ മതി കേട്ടോ. എങ്കിലും അതിമൊന്ന് ഒരുപാട് പീസ് നമുക്ക് ബാക്കിയാകും കേട്ടോ. ബാക്കി എക്സ്ട്രാ പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കാലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ പീസ് ബാക്കിയാകുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ അതൊന്ന് നിവർത്തി വെച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഞാൻ
നമ്മുടെ അളവിന് തന്നിട്ടുള്ള പാൻറ്റും കൂടി നല്ല നിവർത്തി വെച്ചിട്ട് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അയൺ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അയൺ ചെയ്യുന്നില്ല, കാരണം ഇത് 2 ദിവസമായി വീട്ടിൽ വെച്ച് കൊടുന്ന് തന്നിട്ട് കേട്ടോ. എനിക്കതിലേക്ക് സ്റ്റിച്ച് ചെയ്യാനോ കട്ട് ചെയ്യാനൊന്നുള്ള ടൈം കിട്ടാത്തതുകൊണ്ടായിരുന്നു. അപ്പോൾ ആ അളവിന് തന്നിട്ടുള്ളതൊക്കെ ഒരു എന്താ പറയുക, അധികം ചുളിവുകൾ വന്നിട്ടുണ്ടായിരുന്നു. അയൺ ചെയ്യണമെങ്കിൽ ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ വരച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാൻറ്റിൻ്റെ ക്ലോത്തിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെയും ഒരു ചെറിയൊരു സംശയം വന്നപ്പോൾ വീണ്ടും ഞാൻ നോക്കാം കേട്ടോ. ഇനി ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ഇതിൻ്റെ ഇടയിൽ മക്കളൊക്കെ ഉമ്മാൻ്റെ അടുത്തേക്ക് താഴത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവർക്ക് അവിടെ നിന്നാൽ ചൂടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുക. ഞാൻ ഫാനും കാര്യങ്ങളൊന്നും ഇടാതെയാണ് ഈ കട്ടിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഫാനൊന്നും ഉപയോഗിക്കാത്ത കേട്ടോ നല്ലത്. കാരണം ഒന്ന് ഫാനിൻ്റെ അതിൽ കാറ്റിലൊന്ന് പാറിപ്പോകാൻ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പം ചുളിവുകളൊക്കെ വരും. കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴും വരയ്ക്കുമ്പോഴൊന്നും കിട്ടില്ല. അപ്പോൾ ഫാനൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. അപ്പോൾ മക്കൾ അധികം അവിടെ വന്ന് ഇരിക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫാൻറ്റിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടോ. കട്ടിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് ആണ്. അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ടോപ്പിന് വേണ്ടിയിട്ടും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൽ പാൻറ്റിൻ്റെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. കാരണം എനിക്ക് ടൈമില്ല കേട്ടോ. അത്യാവശ്യമായിട്ട് ഇത് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ ഈ ഒരു ടോപ്പിന് വേണ്ടിയിട്ടുള്ളതിന് ഞാൻ നെക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഇത് ലൈനിങ് ഒന്നും യൂസ് ചെയ്യാതെയാണ് ഈ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈനിങ് വേണ്ടാന്ന് കേട്ടോ. അപ്പോൾ ആ ലൈനിങ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യാതെ നല്ല കറക്റ്റ് നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാമറ നോക്കിയിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, വോയിസിൻ്റെ ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഞാനത് ഇതിൽ ഇടാത്തത് കേട്ടോ, വോയിസ് ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഇതാ അളവിന് വേണ്ടിയിട്ടുള്ള ടോപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അളവ് തരുന്നവർക്ക് ഞാനിങ്ങനെ അളവ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാറ്. അല്ലാതെ അളവ് കിട്ടാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അളവ് എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് കേട്ടോ. അതുപോലെ നമ്മൾ പ്രയർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മോഡൽ പ്രയർ ഡ്രസ്സും നോർമൽ പ്രയർ ഡ്രസ്സും ഏത് ക്ലോത്തിലും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കാട്ടോ. ഞാനിവിടെ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ ഇൻസ്റ്റാഗ്രാം വഴിയാണ് നമ്മളത് ഓർഡർ എടുക്കുന്നത്. നിങ്ങൾക്ക് യൂട്യൂബ് വഴി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയക്കുക. അതുപോലെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മൾ വീഡിയോയിൽ ആദ്യം തന്നെ പറയാറാണ് ഓൺലൈൻ ക്ലാസ് എന്നുള്ളത്. ഇന്ന് ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള